ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ മുബാറക്. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി സ്നാക്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങുണ്ട്, അപ്പോൾ ഇത്രയൊന്നും നമുക്ക് വേണ്ട. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി 2 പീസാക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു. സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം 2 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല ചൂടോട് കൂടി തന്നെ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങും നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു നീളമുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ വിരലിൻ്റെ തടിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നല്ലപോലെ കഴുകി കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് മീഡിയം തീയിൽ 4 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല. ജസ്റ്റ് ഒരു ഹാഫ് കുക്കായാൽ മതി. ഇപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി വീണ്ടും തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മസാല വെച്ച് അല്പം ഒന്ന് പരത്തി കൊടുക്കണം. ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് മൊസറല്ല ചീസ് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞാനൊരു കഷ്ണം ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കണം. വീണ്ടും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അല്പം ഒന്ന് പരത്തി കഴിഞ്ഞാൽ ചീസ് വെച്ച് കൊടുക്കണം. വീണ്ടും വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെച്ച് കൊടുത്ത് നല്ലപോലെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുപോലുള്ള 8 സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടി ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് 3/4 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കണം. മൈദപ്പൊടി അത്ര പെട്ടെന്ന് അങ്ങനെ മിക്സായിട്ട് കലക്കിയെടുക്കാൻ പറ്റില്ല. ആദ്യം കട്ടിക്ക് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ ആദ്യം കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ലൂസിൽ കലക്കിയെടുക്കണം. കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് ബാറ്റർ നന്നായിട്ട് പിടിക്കണം. ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. പിന്നെ കുറച്ച് കസൂരി മേത്തി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പാകത്തിലൊന്ന് കലക്കിയെടുക്കണം. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് ഉണ്ടല്ലോ, ഇത് ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ മുങ്ങിക്കിട്ടണം. പിന്നെ നമുക്കൊരു പൊടി പൊടിച്ചെടുക്കാനുണ്ട്. ഈ പൊടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് വേണ്ടി 4 പീസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബ്രെഡ് നൈസാവാണ്ട് അല്പം തരിയോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 3 കൈ മുഴുവനായിട്ട് കോൺഫ്ലേക്സ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. ഇത്രയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പ് വളരെ കുറവാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം.
ഇപ്പോൾ ആദ്യത്തേത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ബാറ്ററിലേക്ക് മുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രുചിയൂറും വെറൈറ്റി സ്നാക്സാണ് നിങ്ങൾക്കെല്ലാം ഞാൻ ഷെയർ ചെയ്തത്. കുഞ്ഞുമക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതേപോലെ ചിലവ് കുറഞ്ഞ ഐറ്റംസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കണം. ഈ സ്നാക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് തിളച്ചതായിരിക്കണം. ഇനി ആദ്യത്തെ ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് ആക്കിയതിന് ശേഷം 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ജോലിയില്ലാണ്ട് സവാളയൊന്നും വഴറ്റാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണിത്. ഒരു ഭാഗം നല്ലപോലെ ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും ഇതേപോലെ ഗോൾഡ് കളറായാലും നമുക്ക് ഓയിലിൽ നിന്നും വാങ്ങാം. ഇപ്പോൾ 2 ഭാഗവും ഗോൾഡ് കളറായി. ഇനി ഇത് ഓയിലിൽ നിന്നും വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഓയിൽ ഇടുന്ന സമയത്ത് എണ്ണ നല്ലപോലെ തിളച്ചതായിരിക്കണം, നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളറായി കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ 2 ഭാഗവും നന്നായിട്ട് ഗോൾഡ് കളറാവുന്ന രീതിയിൽ മീഡിയം തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെൻ്റെ കിച്ചൺ സൈഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന. വീഡിയോ എടുക്കുമ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ്. എത്ര പെട്ടെന്നല്ലേ 2 നോമ്പ് കടന്നു പോയത്. നല്ല ചൂടാണ് എങ്കിലും നോമ്പൊക്കെ നല്ല പോലെ ഉഷാറിൽ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഓയിൽ നിന്നും രണ്ടാമതേതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.